ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഗോവയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. ഇതിൻ്റെ മുന്നേ ഉള്ള 2 ദിവസങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. നമ്മളിപ്പോൾ രാവിലെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് പോകുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ ഒരുപാട് വൈകിട്ടാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ മക്കളായാലും ഞാനായാലും ഒക്കെ എണീക്കാൻ ഒരുപാട് നേരം വൈകിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ നമ്മൾ ഒരുവിധം ഗോവയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ നാടൻ ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം കേട്ടോ. അപ്പോൾ നമ്മളത് കുറേ അന്വേഷിച്ചു ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത സമയത്താണ് നമ്മളെ കേരള ഫുഡ് എവിടെയാണ് ഗോവയിൽ കിട്ടുകയെന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ ഷെഫിൾഡേൻ്റെ ഹോട്ടൽ നമുക്ക് ഒരു 15 കിലോമീറ്റർ അപ്പുറത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മളെ കേരള ഫുഡൊക്കെ കിട്ടും നമുക്കറിയാം കേട്ടോ. നമ്മളിതിന് നേരത്തെ നമ്മൾ ഖത്തറിലായ സമയത്ത് അവരുടെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കൊരു സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ട്, നിർവാൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്കത് ഒട്ടും അതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല കേട്ടോ. അവിടെ കാക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ അവിടെയാണ് ഇന്ന് ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് അവർ നമുക്ക് മെനു കാർഡ് തന്നിട്ടുണ്ടായിട്ട് നല്ല അടിപൊളി ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളൊരു പിടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് നമ്മുടെ സാധാ ചോറും കറിയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി അങ്ങനെ ഓരോ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും കാക്കും സാധാ ചോറാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗീ റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ സ്റ്റാർട്ടറായിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഉള്ളത് നോക്കുമ്പം പാനിപ്പൂരി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു സ്പെഷ്യൽ കൂട്ടായിട്ടാണ് കേട്ടോ ഇവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ അതൊന്ന് എടുക്കാം, ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് സത്യത്തിൽ പാനിപ്പൂരി അത്ര ഒരു ഇഷ്ടമൊന്നുമല്ല കേട്ടോ. നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന സംഭവമൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. എനിക്ക് ഒരു സമയത്ത് ഞാൻ മൈസൂർ എവിടെയോ പോയ സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ സാധനം കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. പക്ഷേ ചില ആളുകൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചത് കഴിക്കുന്നത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും അതിൻ്റെ ടേസ്റ്റ് വായിലേക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെ കടിച്ച് അങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിക്കണം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഇവരുടെ ഒരു സ്പെഷ്യലാണ് പാനിപ്പൂരി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതാണ് കേട്ടോ ഫസ്റ്റായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇവരിതിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട്, അതായത് നമ്മൾ ആ പാനിപ്പൂരിലേക്ക് ഒഴിക്കുമല്ലോ, അതിനായിട്ട് ബട്ടർ മിൽക്കാണ് കേട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളോട്. മറ്റു പാനിപ്പൂരികളിൽ നിന്നും എന്താണ് ഇതിനൊരു വ്യത്യസ്തത എന്ന് നമുക്ക് അവർ പറഞ്ഞു തരികയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെയാണ് കേട്ടോ കഴിച്ചത്. എല്ലാവരും കാണിക്കുന്ന പോലെ തന്നെ മൊത്തത്തിൽ അത് വായിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കഴിച്ച് നോക്കിയിട്ടോ. പക്ഷേ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. പാനിപ്പൂരി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത് കഴിച്ച സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ബട്ടർ മിൽക്കൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് അവർ എന്താണ് ഫില്ലിങ് വെച്ചതൊന്നും ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മക്കളായാലും ഞാനായാലും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ബട്ടർ മിൽക്ക് നമുക്ക് വെറുതെ തന്നെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പാനിപൂരിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെ ഫുഡ് വരാനായിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഫുഡാകുമ്പോൾ അവർ നമ്മളെ വന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പാനിപ്പൂരിയൊക്കെ കഴിച്ച് പിന്നെ ലാസ്റ്റ് കാക്കുണ്ടോ കഴിച്ചത്. ഇത് ഓർഡർ ചെയ്ത സമയത്ത് കാക്കുനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേണോ കഴിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ടോ. പുറത്ത് അപാര വ്യൂ ആണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ സത്യത്തിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഏതായാലും ഗോവയിൽ വെച്ചിട്ട് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ അത്. അധികം ആളുകളൊന്നുമില്ല, കുറച്ച് ആളുകളേ ഉള്ളൂ ആ ഒരു സമയത്ത്. നമ്മളപ്പോൾ പുറത്ത് പോയിട്ട് കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ മക്കളൊന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കങ്ങനെയാണല്ലോ, നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അധികം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള ടെൻഡൻസി കൂടുതലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്ക് എത്ര എടുത്താലും പിന്നെ അത് മതിയാകാത്ത പോലെ ഉണ്ടോ, വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ എന്നോട് കാക്കു പറയും, നീ വീഡിയോയും ഫോട്ടോസ് എടുക്കണ സമയം നീ ഈ ഭംഗിയൊന്നും ആസ്വദിക്കാനും മറന്നു പോകുന്നുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു കേട്ടോ. സത്യം തന്നെയാണ് കേട്ടോ അത്. ഞാനിങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ കൂടുതലായി എടുക്കുമ്പോൾ എനിക്ക് ആ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ചിലപ്പോൾ ഞാൻ അവർ കാണുന്നതൊന്നും ഞാൻ കാണാറുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ചോദിക്കും, അതുണ്ടായിരുന്നു അവിടെ, ഞാൻ കണ്ടിട്ടില്ല ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കട്ടെ. കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക വീഡിയോക്ക് എവിടെയാണോ നല്ല ക്ലാരിറ്റി ഉള്ളത്, ഫോട്ടോസ് എടുക്കുമ്പോൾ ഏറ്റവും ക്ലിയർ എവിടെയാണോ ആ ഒരു ഭാഗം തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ. ബാക്കിയുള്ളതൊന്നും ഞാൻ കാണില്ല കേട്ടോ. അടിപൊളിയായിട്ടുള്ള ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹോട്ടലിലുണ്ട് കേട്ടോ. മക്കൾക്കായാലും നമുക്കായാലും ഒക്കെ അടിപൊളിയായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കടലിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ ഹോട്ടൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂമുകൾക്കൊക്കെ പ്രത്യേകം റേറ്റാണ് കേട്ടോ. അതായത് കടലിലേക്കുള്ള ആ ഭാഗത്ത് വ്യൂവിന് നമുക്ക് കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ റൂം എടുക്കേണ്ടത്. അല്ലാത്ത റൂമുകൾക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി മറ്റ് റൂമുകളിലെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പം ഇതാ നമ്മളെ ഫുഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വന്നപ്പോൾ ടേബിളെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എവിടുന്ന് തുടങ്ങണം, എങ്ങനെ കഴിക്കണം, ഇതിൽ ഏതെല്ലാം ആണ് ആരെല്ലാം ഓർഡർ ചെയ്തതെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷേ എല്ലാവരും ഓർഡർ ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവരെ ഫുഡ് സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ഇവിടുന്ന് കഴിച്ച ആളുകൾക്കൊക്കെ അറിയാം. ഞാൻ നിർവ്വാണിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ കാക്കൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു കറി. എനിക്കതിൻ്റെ ടേസ്റ്റ് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവർ ബാക്കിയുള്ള ഫുഡുകളൊക്കെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പ ഓർഡർ ചെയ്തിട്ടുണ്ട്, നൂൽ പൊറാട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കൊണ്ടുള്ള ഒരു കറി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ മഷ്റൂം ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, അതും. പിന്നെ ഗീ റൈസ് ഉണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്നെ നമുക്ക് എത്ര കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്താലും നമുക്കത് പിന്നെയും ബാലൻസ് വരും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു ചെങ്ങാടെന്നാണ് ഇതിന് പറയാൻ തോന്നുന്നത് കേട്ടോ. ഇതിൽ കയറിയിട്ട്, അതായത് നമ്മളെ വണ്ടി അടക്കം അവർ ഇതിൽ കയറ്റിയിട്ട് നമ്മളെ അപ്പുറ ഭാഗത്തേക്ക്, അതായത് കായലിൻ്റെ അപ്പുറ ഭാഗത്തേക്ക് കൊണ്ടുപോകും കേട്ടോ. സത്യത്തിൽ ഇതിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നുണ്ട്. കാരണം മനുഷ്യർ തന്നെ ബോട്ടിലും തോണിയിലൊക്കെ പോയി മറിയുന്ന ഈ ഒരു കാലത്ത് ഈ വണ്ടി, ഇത്ര വെയിറ്റുള്ള വണ്ടികളെ കൊണ്ട് എങ്ങനെ ആ അപ്പുറ ഭാഗത്തേക്ക് പോകും എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഞാൻ സിനിമകളിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിൽ കയറുന്നത്. പക്ഷേ കുറേ അധികം, അതായത് 3 കാറ് പിന്നെ കുറേ അധികം ബൈക്കുകൾ ഒക്കെ ഇതിൽ കയറ്റിയിട്ട് നമ്മുടെ കായലിൻ്റെ അപ്പുറ ഭാഗത്തേക്ക് കൊണ്ടുപോയി വിടും കേട്ടോ. പിന്നെ നമ്മൾ ആ ഭാഗമൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് ഇതിൽ തന്നെ നമ്മൾ വന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പിന്നെയും നമുക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ലോറിയും കാറും അതുപോലുള്ള വലിയ വലിയ വണ്ടികളൊക്കെ കയറ്റിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഈ കായലിൻ്റെ മറുഭാഗത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കിത് എന്നും പോയി വരുന്നുണ്ട്, അവർക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ കാണുമ്പം, എനിക്ക് പെട്ടെന്ന് തന്നെ അത് കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ നടുവിലെത്തുമ്പോഴത്തേ ഈ സംഭവം താന്നു പോയാൽ പിന്നെ നമുക്കൊരു രക്ഷയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്കിത് ഒരു വട്ടെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ. പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും അധികം ചെയ്യാത്തത്. എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷെ പിന്നെ മക്കളും കാക്കൊക്കെ പോകുമ്പോൾ പിന്നെ ഞാനായിട്ട് ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ച് അവരെ കൂടെ പോയതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് കാസിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ട്, വലിയൊരു ബോട്ട് പോലുള്ള സംഭവം, അതിൽ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട്
പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിന്നർ തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഗോവയിൽ പോയിട്ടുള്ള ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം, ഈ ഒരു സംഭവമൊക്കെ എല്ലാവരും കണ്ടതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും ഞാൻ വായിക്കുന്നുണ്ട്, അവക്കൊക്കെ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ടേക്ക് കെയർ.